ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റിൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആൻഡ് ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് പറയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യമേ ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. ഒരു സിലിണ്ടർ, ഒരു പിസ്റ്റൺ, അങ്ങനെ രണ്ട് ഫിഗർ, സെയിം ഫിഗർ തന്നെ. അതിൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അവിടെ സ്ലോ ആയിട്ട് പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് അറ്റ് എ ടൈമിൽ പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ഫിഗർ ബി കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഫിഗർ ബി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് ഈ പിസ്റ്റൺ, ഫിഗർ ബിയുടെ പിസ്റ്റൺ നമ്മൾ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ, ഇവിടെ വളരെ സഡനായിട്ടൊരു പ്രഷർ ചേഞ്ച് നടക്കും. അതായത് പിസ്റ്റൺ ഇവിടെ ആയിരിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ P1, അതിൻ്റെ വോളിയം V1 ആണ്. ഓക്കെ, സഡനായിട്ട് നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചേഞ്ച് മാറി P2 V2 ആയി. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള, അതായത് നമ്മുടെ ഈ പിസ്റ്റൻ്റെ തൊട്ട് മുമ്പിലുള്ള മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്രസ് ചെയ്യുന്നു. അതിന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. അതായത് ഇക്വിലിബ്രിയം, അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരുന്നു, പക്ഷേ മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് മാറുന്നതിനുള്ള സമയം ആ മോളിക്യൂൾസിന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്രസ് ചെയ്യുമ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ആ ഒരു ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈ പ്രഷർ ഉണ്ടാകുന്നത് കൊണ്ട് അത് നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സാണെന്ന് പറയാം, അല്ലെങ്കിൽ നോൺ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സാണെന്ന് പറയാം. ഓക്കെ, ദെൻ ഈ ഫിഗർ എ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലോ കംപ്രഷനാണ് നടക്കുന്നത്. ഓക്കെ, ഈ സ്ലോ കംപ്രഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഹൈ പ്രഷർ ഡിഫറൻസ് പെട്ടെന്നുണ്ടാകുന്നില്ല. ഓക്കെ, ഇതിപ്പം P1 V1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ആദ്യം ഇരിക്കുന്നത്. പിന്നീട് അത് പെതുക്കെ മൂവ് ചെയ്തിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ്, ഇതിന് തൊട്ട് ഫ്രണ്ടിലുള്ള മോളിക്യൂളിന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് പെതുക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേറൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ആകാനുള്ള സമയം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിതൊന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഫിഗർ ബി ഷോസ് ദാറ്റ് വെൻ എ ഗ്യാസ് ഇൻ എ പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് കംപ്രസ്ഡ് സഡൻലി. ഫിഗർ ബി എന്ന് പറയുന്നത് ഇത്, അവിടെ എന്താണ്, ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു, സഡൻലി കംപ്രസ് ചെയ്യുന്നു. മോളിക്യൂൾസ് നിയർ ദ ഫേസ് ഓഫ് ദ പിസ്റ്റൺ വിൽ നോട്ട് ഹാവ് ഇനഫ് ടൈം ടു escape and they will have to pile up in a small region in front of the piston. അതായത് ഈ പിസ്റ്റൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഓക്കെ, ദസ് ക്രിയേറ്റിംഗ് എ ഹൈ പ്രഷർ റീജിയൻ ദെയർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ബിക്കോസ് ഓഫ് ദിസ് പ്രഷർ ഡിഫറൻസ് ദ സിസ്റ്റം ക്യാൻ നോ ലോങ്ങർ ബി സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം അധിക നേരത്തേക്ക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കില്ല. ഓക്കെ, ആൻഡ് ദിസ് മേക്സ് ദ എൻറ്റയർ പ്രോസസ് നോൺ ക്വാസി ഇക്വിലിബ്രിയം. അതായത് ആ പ്രോസസ്സിനെ എന്ത് പറയുന്നു, നോൺ ക്വാസി ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഓക്കെ, ഫിഗർ എ ഷോസ് ദാറ്റ് വെൻ എ ഗ്യാസ് ഇൻ എ പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് കംപ്രസ്ഡ് സ്ലോലി. അതായത് ഈ ഫിഗർ എ പറയുന്നത് പെതുക്കെ ഈ പിസ്റ്റനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. ദ മോളിക്യൂൾസ് വിൽ ഹാവ് sufficient time to redistribute and there will not be a molecule pile up in front of the piston. അതായത് ഈ തൊട്ട് ഫ്രണ്ടിലുള്ള മോളിക്യൂളിന് പെതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്രഷർ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നില്ല. However, if the piston is moved slowly, the molecules will have sufficient time to redistribute and there will not be a molecule pile up in front of the piston. Okay, as a result of the pressure inside the cylinder will always be nearly uniform and will rise at the same rate at all locations since equilibrium is maintained at all times. This is quasi equilibrium process. അതായത് ഈ തൊട്ടു ഫ്രണ്ടിലുള്ള മോളിക്യൂളിന് പെതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ആ സെയിം റേറ്റിൽ തന്നെ പെതുക്കെ അതർ ലൊക്കേഷനിലേക്കും ഈ മോളിക്യൂൾ പെതുക്കെ ഒരു വളരെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്, ക്വാസി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അതായത് ഒരു സ്റ്റേറ്റിലിരിക്കുന്ന P1 V1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലിരിക്കുന്ന പിസ്റ്റൺ പെതുക്കെ മൂവ് ചെയ്ത് P2 V2 അവിടെ ഒരു സ്ലോ കംപ്രഷൻ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്
പതുക്കെയാണ് എത്തിയത്. അതായത് അവിടുത്തെ മോളിക്യൂൾസിന് പ്രഷർ ചേഞ്ച് ഉണ്ടാകാൻ ടൈം കിട്ടി. ഇനി വളരെ ഫാസ്റ്റായിട്ടുള്ളതിനെയാണ് നമ്മൾ നോൺ ക്വാസി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതൊക്കെ അപ്പോൾ അവിടുത്തെ മോളിക്യൂളിന് ഹൈ പ്രഷറാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, ദെൻ വെൻ എ പ്രോസസ് പ്രൊസീഡ് ഇൻ സച്ച് എ മാനർ that the system remains infinitesimally close to an equilibrium state at all times, it is called as quasi-static or quasi-equilibrium process. അതായത് എല്ലാ ടൈമിലും, അതായത് P1 V1 എന്ന് ഇരിക്കുന്ന ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് അടുത്ത ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് പോകാൻ വളരെ സ്ലോ ആയിട്ടാണ്. അതായത് P1 V1 10-5 ആണെങ്കിൽ അടുത്ത 9.9 ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ വളരെ സ്ലോ ആയിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് ഓർ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. എ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ് ക്യാൻ ബി വ്യൂഡ് ആസ് സഫിഷ്യൻ്റ്ലി സ്ലോ പ്രോസസ് ദാറ്റ് അലൗസ് ദ സിസ്റ്റം ടു അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻറ്റേർണലി സോ ദാറ്റ് പ്രോപ്പർട്ടീസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഡു നോട്ട് ചേഞ്ച് എനി ഫാസ്റ്റർ ദാൻ ദോസ് ഓഫ് അതർ പാർട്സ്. അതായത് ആ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം ഇൻറ്റേർണലി ആ പിസ്റ്റൺ മൂവ് ചെയ്തപ്പോൾ അവിടുത്തെ മോളിക്യൂൾ ഇൻറ്റേർണലി അഡ്ജസ്റ്റ് ചെയ്തു, പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇറ്റ് ഷുഡ് ബി പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ് ഈസ് ആൻ ഐഡിയലൈസ്ഡ് പ്രോസസ് ആൻഡ് ഈസ് നോട്ട് ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ച്വൽ പ്രോസസ്. അതായത് അങ്ങനെ ഒരു ആക്ച്വൽ പ്രോസസ്സ് ഇല്ല. ഓക്കെ, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകും. അത് വളരെ ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സാണ് എല്ലായിടത്തും നടക്കുന്നത്. അതൊരു ഐഡിയലൈസ്ഡ് പ്രോസസ്സാണ്. ആക്ച്വൽ കേസുകളെ നമ്മൾ ഐഡിയലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് മാത്രമാണ് ഈ പറഞ്ഞ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് പറയുന്നത്. എൻജിനീയേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ്. അതായത് ഈ സ്ലോ പ്രോസസ്സിലാണ് അവർ ഇൻട്രസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 റീസൺസ് ഉണ്ട്. ഒന്ന്, അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് അവർ അസ്യൂം ചെയ്യുകയാണ് ഒറ്റ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. വർക്ക് പ്രൊഡ്യൂസിങ് ഡിവൈസസ് ഡെലിവർ ദ മോസ്റ്റ് വർക്ക് വെൻ ദേ ഓപ്പറേറ്റ് ഇൻ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്. അതായത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഡിവൈസ് മാക്സിമം വർക്ക് എപ്പം ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സിലാണെങ്കിൽ അത് മാക്സിമം വർക്ക് കിട്ടുമെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഈ അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ മാക്സിമം വർക്ക് കിട്ടും ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സിൽ. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത് ഇത് ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സിലെ ആണ് എൻജിനീയേഴ്സ് കൂടുതൽ ഈ പറഞ്ഞ അനലൈസ് ചെയ്യാൻ എടുക്കുന്നത്. Okay, then therefore quasi equilibrium process serve as standards to which actual process can be compared. അതായത് ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ആക്ച്വൽ പ്രോസസ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതിന് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ആദ്യം നമ്മൾ സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞൊരു കേസിൽ ഒരു ഗ്യാസ് ഉണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്, അതുപോലെ 3 വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 വെയിറ്റിൻ്റെ പ്രഷർ താഴേക്ക് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു വോളിയം ഉണ്ട്. ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്താണ് ഇരിക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ അവിടുന്ന് ഒരു വെയിറ്റ് നമ്മൾ എടുത്ത് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്യാസ് റൈസ് ചെയ്യുന്നു, ഈ പിസ്റ്റൺ റൈസ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? പ്രഷർ കുറഞ്ഞു. ദെൻ വീണ്ടും ഒരു വെയിറ്റ് എടുത്ത് മാറ്റുന്നു. അപ്പോൾ സ്റ്റേറ്റ് 3 ആയി. എന്ത് ചെയ്യുന്നു? വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റേറ്റ് 4 എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ വെയിറ്റും എടുത്ത് മാറ്റുന്നു. അതായത് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് ആദ്യമേ നമ്മൾ ഒരു വെയിറ്റ് എടുത്ത് മാറ്റി, അത് പെതുക്കെ ഒരു സ്റ്റേറ്റ് 2-ലായി. ഓക്കെ, അവിടെ അപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയി. ദെൻ അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് 3. ആ വെയിറ്റ് എടുത്ത് മാറ്റിയപ്പോൾ പതുക്കെ മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയി. ദെൻ ഈ ലാസ്റ്റ് എടുത്ത് മാറ്റിയപ്പോൾ പതുക്കെ മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായി. ഓക്കെ, ഇത് നമ്മൾ 3 കൂടെ ഒരുമിച്ചെടുത്ത് മാറ്റുമായിരുന്നെങ്കിൽ അവിടെ ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് സഡൻ ആയിട്ടുണ്ടാവും. ഇത് പെതുക്കെയാണ് മാറ്റിയത്, സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഈ താഴത്തെ ഫിഗറിലൊന്ന് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ വൈ ആക്സിസിലും വോളിയം പി വി ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് 1 ആയിരുന്നു, അത് സ്റ്റേറ്റ് 2 ആയി, അത് സ്റ്റേറ്റ് 3 ആയി, സ്റ്റേറ്റ് 4 ആയി. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ മനസ്സിലാക്കുന്നത്? ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഈ ഓരോ സ്റ്റേറ്റും എന്ന് പറയുന്നത് ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഓക്കെ, then ഇതൊന്ന് വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഈസ് ഇൻഫൈനൈറ്റേസിമലി സ്ലോ ആൻഡ് ഇറ്റ് ക്യാൻ ബി അസ്യൂം ദാറ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഓരോ വെയിറ്റുകൾ പെതുക്കെയാണ് എടുത്തു മാറ്റിയത്. അപ്പോൾ ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റും വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് നടന്നത്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ദെൻ വെയിറ്റ് എടുത്ത് മാറ്റിയപ്പോൾ
2 വെയിറ്റ് ആയപ്പോൾ സ്റ്റേറ്റ് 2 ആയി. ഓക്കെ, ദെൻ സ്റ്റേറ്റ് 3 ആയി. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റും എന്ന് പറയുന്നത് എന്താണ്? അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ക്വാസി സ്റ്റാറ്റിക് തിയറി വെച്ചിട്ട്. Or quasi-static process is an ideal process in which change of state occurs at infinitesimally slow speed. It is an ideal cycle. അതായത് എപ്പോഴും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എന്ത് നടക്കത്തുള്ളൂ, പ്രോസസ്സുകൾ നടക്കത്തുള്ളൂ. വളരെ സ്ലോ ആയിട്ട് നടക്കുന്നത് ഇല്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയൽ സൈക്കിളാണെന്ന് പറയാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ഈസ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ്? അതായത് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഐസ് എടുത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, ഐസായി. ഓക്കെ, ദെൻ എഗെയിൻ ആ ഐസിനെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെക്കുന്നു. അപ്പോൾ എന്ത്? എഗെയിൻ അത് മെൽറ്റായി. ദെൻ വീണ്ടും നമ്മൾ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു, അത് ദെൻ എഗെയിൻ ഐസായി. അപ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? അവിടെ ഒരു റിവേഴ്സിബിളായിട്ട് പ്രോസസ്സ് നടന്നു. അത് വെളിയിലെടുത്ത് വെച്ചപ്പോൾ അത് വെള്ളമായി, അകത്തെടുത്ത് വെച്ചപ്പോൾ ഐസായി. അങ്ങനെ വീണ്ടും പ്രോസസ്സ് നടന്നു. അപ്പോൾ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് അത് തിരിച്ചു വരും. ഓക്കെ, ഇൻഫൈനൈറ്റ് സ്ലോനെസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ദ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അതായത് സ്ലോനെസ്സിനെയാണ്, അതായത് ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലും പതുക്കെ എത്തുന്നതിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. എ പ്രോസസ് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് in direction and the system retraces the same equilibrium state is known as reversible process. അതായത് സ്റ്റേറ്റ് 1ൽ നിന്ന് തുടങ്ങി സ്റ്റേറ്റ് 2ലെത്തി, സ്റ്റേറ്റ് 3ലെത്തി, വീണ്ടും അത് തിരിച്ച് സ്റ്റേറ്റ് 1ലെത്തുന്നതിനെയാണ് എന്ത്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് മീൻസ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് റിവേർട്ടഡ് ബാക്ക് ടു ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേറ്റ്. അതായത് മെൽറ്റിംഗ് ഓഫ് ഐസിൻ്റെ കാര്യം പറഞ്ഞു, വെള്ളമായിരുന്നു, അത് ഐസായി, വീണ്ടും എടുത്ത് വെളിയിൽ വെച്ചപ്പോൾ വെള്ളമായി, വീണ്ടും ഫ്രിഡ്ജ് വെച്ചപ്പോൾ ഐസായി. അപ്പം അത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് എന്ത് ചെയ്തു? റിവേർട്ടഡ് ബാക്ക് ടു ഇനിഷ്യൽ സ്റ്റേറ്റിലേക്കായി. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ഓഫ് ഐസ്, കംപ്രഷൻ ഓഫ് സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഇനിഷ്യൽ സ്റ്റേറ്റിലേക്കായി. വീണ്ടും കംപ്രസ് ചെയ്യുമ്പോൾ അത് കംപ്രസ്ഡ് ആവുന്നു, കൈ മാറ്റുമ്പോൾ അത് വീണ്ടും എന്തായി? എക്സ്പാൻഡ് ആവുന്നു. ഓക്കെ, അതിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിളായിട്ട് നടക്കും, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നോ പ്രോസസ് ഇൻ നേച്ചർ ആർ റിവേഴ്സിബിൾ സോ ദാറ്റ് ഇറ്റ് ഈസ് ഐഡിയലൈസ്ഡ് കേസ് ഓഫ് ആക്ച്വൽ പ്രോസസ്സ്. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ നേച്ചറിലെ ഒന്നും റിവേഴ്സിബിൾ അല്ല. സോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഐഡിയലൈസ്ഡ് കേസ് ഓഫ് ആക്ച്വൽ പ്രോസസ്സ്. അതായത് ഇത് ആക്ച്വൽ പ്രോസസ്സിൻ്റെ ഒരു ഐഡിയലൈസ്ഡ് കേസാണ്. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഡു നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേറ്റ് ആർ കോൾഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് ഈ സിസ്റ്റവും സറൗണ്ടിങ്സും നമ്മൾ പഠിച്ചിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഫ്രിഡ്ജ് വെച്ച ഐസ് വീണ്ടും അത് തിരിച്ച് വെള്ളമായില്ല, വെളി വെച്ചപ്പോഴും ഐസായിരുന്നെങ്കിൽ അതിന് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. അതായത് ആ സിസ്റ്റവും സറൗണ്ടിങ്ങും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് വന്നില്ല. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് തുടങ്ങി അത് 2ലെത്തി, അത് 3ലെത്തി, അത് 4ലെത്തി, അങ്ങനെ ഗോസ് ഓൺ ചെയ്ത് പോവുകയാണ്. അത് തിരിച്ചും 1ൽ വരുന്നില്ല. എന്നാൽ അത് 1ൽ വന്നു കഴിഞ്ഞാൽ അതിനെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നു. ഓക്കെ, a process which cannot be reversed in direction and the system cannot retraces the same equilibrium state is known as reversible process. അതായത് അത് പോയ വഴികളിൽ കൂടെ അതങ്ങ് പോവുകയാണ്, തിരിച്ച് വരുന്നില്ല. ആ വഴികളിൽ തന്നെ തിരിച്ചു വരുന്നവരെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും, ആ വഴികളിൽ കൂടെ നടന്ന് മുന്നോട്ട് പോകുന്നവരെ എന്താണ്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും പറയുന്നത്. അതായത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ബേണിംഗ്. അതായത് നമ്മൾ ഫോസിൽ ഫ്യൂവലാണല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വണ്ടികളിൽ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് അത് നമ്മൾ വണ്ടി ഓടുന്നു. പക്ഷേ അത് ഒരിക്കലും പെട്രോളെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക്, ഒറിജിനൽ പെട്രോളിലേക്ക് തിരിച്ചു വരുന്നില്ല. ഓക്കെ, അത് പല വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ ഗേഷ്യസായിട്ട് മാറി പല ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പം റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു. ദെൻ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, പല ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്ന സ്ലോ പ്രോസസ്സിനെയാണ് ക്വാസി സ്റ്റാറ്റിക് അല്ലെ ക്വാസി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാസി എന്നതിൻ്റെ മീനിങ് പറയുന്നത് അപ്പാരൻ്റ്ലി. ഓക്കെ, അപ്പാരൻ്റ്ലി അതായത് ആക്ച്വൽ കേസ് അല്ല, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്നൊക്കെ നമുക്ക് മീൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.